ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പത്തരമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ. പത്തരമാറ്റിൻ്റെ കഥയിൽ അനിയെ തല്ലിയത് കാരണം നമ്മളെ മുത്തശ്ശൻ നിന്ന് കൊലവിളി നടത്തുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട്. സി ആണെങ്കിൽ മാപ്പ് പറയാൻ വേണ്ടി അനന്തപുരി പോകാൻ നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരുന്നത്. മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നിട്ട് അയാളെ വലിച്ചു കയറിയ സിയേനെ. അയാൾ പറയും, തന്നോട് ആരോടോ എൻ്റെ കൊച്ചുമോനെ തല്ലാൻ പറഞ്ഞു. അത് ഞാൻ പലവട്ടം പറഞ്ഞു ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടാക്കാതെ വന്നതുകൊണ്ടാണ് അത് കൂട്ടാക്കാതെ വന്നു എന്ന് വെച്ചിട്ട് പിടിച്ച് തല്ലിയാണോ വേണ്ടത്? തനിക്ക് വേണമെങ്കിൽ അവളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാം. അങ്ങനെ ചെയ്യായിരുന്നു. താൻ എന്തിനാ തല്ലിയത്? തനിക്കിത് തല്ലാനുള്ളതാണോ അനന്തപുരിയിലെ പിള്ളേർ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പറയാണ്. സിയയ്ക്ക് ഒന്നും മിണ്ടാല്ല. അയാളങ്ങനെ മിണ്ടാണ്ട തലയും ഇങ്ങനെ തലയും നാട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ നന്ദു നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ പറയുന്നുണ്ട്, മേലാൽ എനിക്ക് കാരണം താനല്ല, തന്നെക്കാളും മുകളിലുള്ള ഓഫീസർമാരെ എനിക്കറിയാം, മാത്രമല്ല ആഭ്യന്തരമന്ത്രിനെ എനിക്കറിയാം. പക്ഷേ ഞാൻ അവിടെ ഒന്നും പോകാത്തത് എന്താണെന്ന് അറിയാം. എനിക്കിങ്ങനെ ആരോടത്തും ശുപാർശയും കൊണ്ട് ചെല്ലുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് പറയും. അതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് മേലാൽ എൻ്റെ പിള്ളേരെ തല്ലിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മറന്നൊക്കെ പറഞ്ഞാൽ മാസ് ഡയലോഗ് അടിക്കണം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ. അത് കഴിഞ്ഞിട്ട് നന്ദുവിനോട് പറഞ്ഞിട്ട്, നന്ദു മോളെ, നിന്നെ പെണ്ണ് കാണാൻ വന്നു എന്നൊരു ഒറ്റ കാരണത്തല്ല ഞാൻ ഇവനെ വെറുതെ വിടുന്നത്. കാരണം നാളെ ബന്ധുക്കാരായി കഴിഞ്ഞ് മുഖത്തോട് മുഖം നോക്കേണ്ടതല്ലേ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇവനെ ഇപ്പോൾ ഒന്നും ചെയ്യാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അതിൽ നന്ദു ഒന്നും മിണ്ടുന്നില്ല. കാരണം അതുകൊണ്ട് ഇപ്പം ഞാൻ പോവാം, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇയാൾ സിഐ തിരിച്ച് റൂമിലേക്ക് തന്നെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി പോവാണ്. അതിൽ ഈ സേവിയാറോ എന്താ അയാളുണ്ടല്ലോ, അയാൾ ഈ തൊടിയിലും ചാടും ആ തൊടിയിലും ചാടും, അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ നന്ദുവിൻ്റെ അടുത്ത് നല്ലത് പറയും, സച്ചിദാനന്ദനെ കാണുമ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് അത് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇയാളുടെ. അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, വല്ല കാര്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തിനാന്ന് ആ പയ്യൻ ഇവിടെ വന്നപ്പോൾ തല്ലിയത്, ഒന്നും ചെയ്യാതെ വിട്ടത് അയാളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറയും. അത് സി ഐക്ക് അറിയാഞ്ഞിട്ട്, സാറിന് അറിയാഞ്ഞിട്ടാണ്, മുത്തശ്ശൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാധാരണ അതല്ല ഉണ്ടാവാറ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മേടുള്ളതുകൊണ്ട് സച്ചി സാറ് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കാണായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് കെട്ടുമ്പോഴേക്ക് പോണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്തായാലും തല്ലിയത് എന്തായാലും മോശമായി പോയി, അവനങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല, അതുകൊണ്ട് തല്ലിയത് മോശമായി പോയി എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത്